3 CPI MLA-മാർ കോൺഗ്രസിലേക്ക് ചേരും. കൃത്യമായിട്ടുള്ള വീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 CPI MLA-മാരുടെ കൊഴിഞ്ഞുപോക്കോടുകൂടി LDFിൻ്റെ അംഗസംഖ്യ കുറയും എങ്കിലും ഭരണം നിലനിർത്താൻ കഴിയും. കാരണം മൃഗീയ ഭൂരിപക്ഷം LDFിനുണ്ട്. എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഇത് സാരമായി ബാധിക്കും എന്ന് കൃത്യമായി LDFിന് അറിയാം. CPIക്ക് വേണ്ടത്ര പരിഗണന LDFിൽ ലഭിക്കുന്നില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗം അവർ ഉൾപ്പെടെയുള്ളവർ വന്നതിനെ വലിഞ്ഞു കയറി വന്നവർ എന്ന് തന്നെയാണ് CPIക്കാർ പരസ്യമായി പറഞ്ഞത്. CPI കൃത്യമായി പറയുന്നുണ്ട്, മുന്നണിയിൽ വർഷങ്ങളായുള്ള ബാന്ധവത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു. അത് പരിഹരിക്കാൻ കഴിയാതെ വരുന്നവർക്ക്, അതായത് വിരുന്നുണ്ണുന്നവർക്കൊക്കെ വലിയ രീതിയിൽ അവർക്ക് അർഹിക്കുന്നതിലും കൂടുതൽ നൽകുന്ന മുന്നണി സംവിധാനമാണ് LDFിലുള്ളത്. ഈ സംവിധാനം തകർന്ന് പാളീസാകും, അധിക നാൾ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട് CPIയിലെ നിരവധി നേതാക്കൾ രംഗത്ത് വരുന്നു. മന്ത്രി K രാജൻ അടക്കമുള്ളവർ ബിനോയ് വിശ്വത്തിനെ കൃത്യമായി മറുപടി പറഞ്ഞ് മൂലക്കിരുത്തുകയാണ്. തൃശ്ശൂരിലെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIഎമ്മിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? CPIഎം കൃത്യമായും CPIയെ തകർക്കാൻ പരമാവധി ശ്രമിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെ ഇത് പ്രകടമായി കണ്ട ഒരു കാഴ്ചയാണ്. CPIഎമ്മിൻ്റെ ആധിപത്യമുള്ള അവർക്ക് MLA-മാരുള്ള മേഖലയിൽ CPI അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനകത്ത് ഇത് ഉദാഹരണ സഹിതം CPIയുടെ കൗൺസിൽ യോഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനകത്ത് കീഴിൽ വരുന്ന കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ കൃത്യമായി CPIഎം MLA-മാരാണ് ഉള്ളത്. എന്നിട്ടും CPI അവിടെ ഗതികെട്ട് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. പന്ന്യൻ രവീന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ദയനീയ പരാജയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും CPIഎമ്മിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. CPIഎം അവിടെ ഇനാക്റ്റീവായിരുന്നു. അവരുടെ നേതാക്കൾക്കാർക്കും സമയമില്ല പോലും. അവരെല്ലാവരും എന്ത് ചെയ്യുകയായിരുന്നു, എന്തെടുക്കുമായിരുന്നു എന്ന വലിയ ചോദ്യം CPI മുന്നണി യോഗത്തിൽ കൃത്യമായി പറയാൻ വെച്ചിരിക്കുകയാണ്. മുന്നണി യോഗം ചേരുന്നത് പോലും ഇപ്പോൾ പ്രഹസനമാണ്. പുതിയ രാഷ്ട്രീയ കക്ഷികളെ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണെങ്കിൽ ഉള്ള രാഷ്ട്രീയ കക്ഷികളെ പരമാവധി തൃപ്തിപ്പെടുത്താൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? CPIക്ക് വേറെ വഴിയില്ല എന്ന് കരുതിയിട്ടാണോ? CPIയുടെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ പണ്ട് മുതലേ CPIഎമ്മിന് വലിയ ആകാംക്ഷയാണ്. താഴെ തട്ട് മുതൽ തന്നെ പ്രവർത്തകരുടെ സംഘടനം കണ്ണൂർ ജില്ലയിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ CPIഎം CPIയെ തള്ളി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്ത് കണ്ണൂർ ജില്ലയിൽ CPIയുടെ നേതാക്കളുടെ സമ്പൂർണമായ പിന്തുണ CPIഎമ്മിന് ലഭിക്കാറില്ല എന്ന് പലപ്പോഴായി MV ജയരാജൻ കൃത്യമായി CPIയെ കുത്തി പറയാറുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്.